സർ, അതിനാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിൽ അവതരിപ്പിക്കുന്നതിനിടെ പാർലമെന്റിൽ ഉണ്ടായത്. നമ്മൾ കണ്ടതാണ്. അമിത്ഷാ സംസാരിച്ചതിന് ശേഷം ആ ബില്ല് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പ്രതിപക്ഷം കീറിയെറിയുന്ന ഒരു സാഹചര്യം. 31 ദിവസം ഒരു കേസിൽ, സ്ട്രോങ് ആയ ഒരു കേസിൽ നിയമാനുസൃതമായ രീതിയിലൊക്കെ 31 ദിവസം തടവിൽ കഴിയേണ്ടി വന്നാൽ മന്ത്രിയോ അതിന് പ്രധാനമന്ത്രിയാണെങ്കിൽ കൂടി രാജിവയ്ക്കേണ്ടി വരും. നിർബന്ധിത രാജി. അതാണ് ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രതിപക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇതാ ബിൽ ഇപ്പോൾ വിട്ടിരിക്കുന്നു. എന്റെ ഒരു ചോദ്യം, ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഈ ബിൽ ഇനി പരിഗണിക്കപ്പെടുമ്പോൾ എന്തായിരിക്കാം ബില്ലിന്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ ബില്ലിന് പുറത്തു വരാനാണ് സാധ്യത? ഇന്നലത്തെ പാർലമെന്റ് സമ്മേളനം പെട്ടെന്ന് കുറെ ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാർലമെന്റ് വലിയ പ്രക്ഷുബ്ധമായിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ബില്ലെന്ന് പറഞ്ഞാൽ അത് നേരത്തെ സുപ്രീം കോടതി അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ അഴിമതിക്കെതിരെ നീക്കം നടത്തണമെന്ന് കണ്ടാണെന്ന് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറായത്. ബില്ല് ഇന്നലെ അവതരിപ്പിച്ചതിന് ശേഷം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ വളരെ നാടകീയമായിട്ട് അല്ലെങ്കിൽ ഒരു പാർലമെന്റിൽ അവലംബിക്കാൻ കൊള്ളാത്ത രീതിയിലേക്കുള്ള നീക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഈ പറയുന്ന ബില്ല് വലിച്ച് കീറി നമ്മുടെ അദ്ദേഹമാണല്ലോ അവതരിപ്പിച്ചത്. അമിത്ഷായുടെ മുഖത്തെറിയുന്ന രീതിയിലൊക്കെ പോകുന്നു. അതുപോലെ അമിത്ഷാ നേരത്തെ ഈ ഏതോ ഒരു കേസിനകത്ത് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ എന്തുകൊണ്ട് രാജിവെച്ചില്ല, അത്തരത്തിലുണ്ടായാലും ഇപ്പൊ ഇത് കൊണ്ടുവരുന്നതിനുള്ള സാധ്യത എന്താണ്? അന്നേരം അമിത്ഷാ അദ്ദേഹം പറഞ്ഞു, എനിക്കെതിരെ CBI കേസെടുത്തു, ഷെഹാൻ ബാഹു കേസ്, അങ്ങനെ എനിക്ക് തോന്നുന്നു, എന്റെ പേര് എനിക്ക് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ആ കേസിനകത്ത് അദ്ദേഹം ആ സമയത്ത് തന്നെ രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. വീണ്ടും ആ കുറ്റമുക്തനാക്കുന്നതായിട്ടൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ പറയുമ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ BJPക്ക് അനുകൂലമായിട്ട് രാജ്യത്ത് എന്തെങ്കിലും നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലല്ല. അഴിമതി നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ 5 കൊല്ലം തടവ് ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കേസിനകത്ത് ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അത് പ്രധാനമന്ത്രി ആയാൽ പോലുമോ അവർ 1 മാസത്തിൽ കൂടുതൽ, അതായത് 30 ദിവസത്തിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിലോ ജയിലിലോ ആയാൽ 31ാമത്തെ ദിവസം ഈ പറയുന്ന മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും, ഈ പ്രധാനമന്ത്രി ആണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്ന ഒരു ബില്ല്. അതിനിപ്പോ BJPക്കെതിരെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെല്ലാം അഴിമതിക്കാരാ, ഞങ്ങളെല്ലാം നാളെ ഈ ബില്ല് വന്നാൽ അകത്തു പോകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഏത് ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പൊ ഇവർ നടത്തുന്ന ജാഥകൾ കണ്ടില്ലേ? അഴിമതിക്കെതിരെയല്ലേ ജാഥകൾ നടത്തുന്നത്? ഇവർ നിരന്തരം അതിനുവേണ്ടിയല്ലേ സംസാരിക്കുന്നത്? അപ്പൊ അത്തരം നിൽക്കുന്നവർ ഇത്തരം ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ ഭയപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഇതുപോലെ അഴിമതി നടത്തി നാളെ കാലത്തെ കേസിന് അകത്ത് പെട്ട് ജയിലിൽ പോകാനും മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും MLA സ്ഥാനവും MP സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഇതിനകത്ത് ഈ ബില്ല് പാസ്സാവണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ളത് അല്ലെങ്കിൽ വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ വരണമെങ്കിൽ 2/3 ഭൂരിപക്ഷം പാർലമെന്റിൽ ഉണ്ടാകണം. 2/3 ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ 543 സീറ്റ് ലോകസഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം. ഇപ്പൊ ലോകസഭ പരിശോധിക്കുമ്പോൾ 543 സീറ്റ് ഉണ്ടല്ലോ. 543 സീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് BJPക്ക് അത് പിന്തുണ വേണ്ടത് ഒരു പക്ഷേ 362 MP പിന്തുണ വേണം. 2/3 ഭൂരിപക്ഷം വരുമ്പോൾ BJPക്ക് ഉള്ളത് നിലവിൽ 293. BJPക്കല്ല, NDAക്ക്. അതിനകത്ത് ഒരു 69 സീറ്റിന്റെ കുറവ് വരും. അപ്പം ഈ നിലവിലെ സ്ഥിതി അനുസരിച്ച് അവിടെ ഈ ബില്ല് ലോകസഭയിൽ പാസ്സാവത്തില്ല. പിന്നെ നമ്മൾ രാജ്യസഭ പരിശോധിക്കുകയാണെങ്കിൽ ഈ 245 അംഗം രാജ്യസഭയിലുണ്ട്. അതിനകത്ത് 164 MP പിന്തുണ വേണം. 2/3 ഭൂരിപക്ഷത്തിൽ രാജ്യസഭയിൽ പാസ്സാകണമെങ്കിൽ NDAക്ക് അവിടെ 133 ആണുള്ളത്. അതിനകത്ത് കുറവ് 31 MP കുറവ് വരും. അപ്പം ഇപ്പം നിലവിൽ ഈ ബില്ല് പാസ്സാക്കാൻ പാർലമെന്റിൽ വെച്ചാൽ, രാജ്യസഭയിൽ വെച്ചാലും ലോകസഭയിൽ വെച്ചാലും 2/3 ഭൂരിപക്ഷത്തിൽ ഇപ്പം ഈ ബില്ല് പാസ്സാകത്തില്ല. ഇപ്പം ഇന്നലെ അത് JPCക്ക് വിട്ടു. 32 അംഗ കമ്മിറ്റി അല്ലെങ്കിൽ അതിനുശേഷം JPC വരുന്ന തിരുത്തലോട് കൂടി ഇന്നലെ അവതരിപ്പിച്ച ബില്ല് വരത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അത് മന്ത്രി അന്നേരം തീരുമാനിച്ചു. അപ്പൊ അത് തിരിച്ചു വന്നാലും ഈ കേന്ദ്ര മന്ത്രിസഭയാകുമ്പോൾ ഈ ബില്ല് 2/3 ഭൂരിപക്ഷത്തിൽ ഭരണഘടനാ ഭേദഗതി ഉള്ളതുകൊണ്ട് എങ്ങനെ പാസ്സാകും എന്നത് അറിഞ്ഞുകൊണ്ട് ഒരു ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും ഒരു പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? അതായത് ഒരു ബില്ല്
പാർലമെന്റിൽ വെച്ച് പാസ്സാകാതെ പോകുന്ന ഒരു അവസ്ഥ വന്നാൽ അവർക്ക് ക്ഷീണമുണ്ടാക്കുകയും അതിന്റെ പ്രചരണം പ്രതിപക്ഷം വലിയ വലിപ്പത്തിൽ നടത്തുമെന്നിരിക്കെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹത അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാക്കാൻ സാധ്യമാകുന്ന രീതിയിൽ അമിത്ഷായും പ്രധാനമന്ത്രിയും എന്തൊക്കെയോ ഇടപെടൽ നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്തയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുമൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ചില സന്ദേശങ്ങൾ, ചില വാർത്താക്കുറിപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇന്നലെ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ നഖശികാന്തം എതിർക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ ബില്ല് വലിച്ചീറി ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തെറിയുമ്പോൾ പ്രതിപക്ഷം ഒന്നിച്ച് ആക്രോശിക്കുമ്പോൾ ഇന്നലെ ശശി തരൂർ എന്ന് പറയുന്ന MP പറഞ്ഞു, ഇന്നലെ കൊണ്ടുവന്ന ബില്ല് ഈ പറയുന്നത് പോലെ എനിക്ക് സ്വാഗതാർഹമാണ്, അത്തരത്തിൽ ഒരു ബില്ല് വേണ്ടതാണ്, പൊതുപ്രവർത്തകർ ഈ പറഞ്ഞതുപോലെ സംശുദ്ധരായിരിക്കണം, ആ ബില്ലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ആ ബില്ലിനെ അയാൾ സ്വാഗതം ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ പുറത്തു നിന്ന് പറഞ്ഞാൽ ഒരു സ്വാഗതമാകത്തില്ലല്ലോ. ആ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ അദ്ദേഹം ലോകസഭ അംഗമാകുമ്പോൾ അവിടെ അതിനെ സ്വാഗതം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടി അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ മാറി നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 69ഓളം MP-മാർ പ്രതിപക്ഷത്ത് നിന്ന് ഒരു പക്ഷേ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം നടക്കുന്നു. ഇതിനകത്ത് DMKയും കോൺഗ്രസും ആണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അഴിമതിക്കാരെ പരിശോധിക്കുമ്പോൾ രണ്ട് പാർട്ടിയാണ്. അവരാണ് ഇതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് 28 MP-മാരോടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഈ ബില്ലിന് അനുകൂലമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ 35ഓളം കോൺഗ്രസിന്റെ MP-മാർ ഒരുപക്ഷെ രാജിവെച്ച് ഈ പറയുന്ന ബില്ലിന് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു. അത്തരത്തിലൊരു നീക്കം ഈ പറയുന്ന അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായി അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, അതിനുള്ള ഒരു വർക്ക് നടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഈ പറയുന്ന ശശി തരൂരിന്റെ ബില്ലിന് അനുകൂലിച്ചുള്ള പ്രസ്താവന. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയല്ല. ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശശി തരൂരിന് അനുകൂലമായിട്ട് നിൽക്കുന്ന വളരെ കൂടുതലായിട്ടുള്ള കോൺഗ്രസ് MP ഇന്ന് പാർലമെന്റിൽ ഉണ്ടെന്നും അതൊരു പക്ഷേ ഒരവസരം വരുമ്പോൾ അവർ രാജിവെച്ച് മാറി നിന്ന്, ഇപ്പം രാജിവെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ 3-2 വരുന്നതിന് വേണ്ടി ഭൂരിപക്ഷം ഇത്രയും വേണ്ടി വരത്തില്ല, ഈ ബില്ല് പാസ്സാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും എന്തൊക്കെയോ ഒരു വലിയ കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ തീരുമാനത്തിന്റെ പുറത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബില്ലുമായിട്ട് ഈ അമിത്ഷായും കേന്ദ്ര ഗവൺമെന്റും പറയുന്ന പ്രധാനമന്ത്രിയും ഒക്കെ വന്നിരിക്കുന്നത്. ഈ എതിർപ്പിനെ മറികടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണം. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നായാലും ഇപ്പം BJP-യുടെ ഭാഗത്തുള്ളതിനെക്കാട്ടി കൂടുതൽ 69 MP-മാർ ലോകസഭയിലും ഏതാണ്ട് 31 MP-മാർ രാജ്യസഭയിലും ഉണ്ടാകണം. അതിനുള്ള കരുക്കൾ അവർ ലോകസഭയിലും രാജ്യസഭയിലും നീക്കി തുടങ്ങി എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ഏതാണ്ട് 35 MP-മാർ ഒരുപക്ഷെ രാജിവെച്ച് BJP-യിൽ ചേരും എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർമനിങ് ക്യാമ്പയിനുകൾ ഒക്കെ വെളിയിൽ വരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഈ ബില്ല് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. 31 മേലെ അംഗങ്ങളുണ്ട് ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ അംഗങ്ങളുള്ള ഈ കമ്മിറ്റി മുമ്പാകെ ബില്ലെത്തുന്നു. ഇനി അവിടെ നിന്നും ചർച്ചകൾക്ക് ശേഷമാണ് ഇതിലൊരു തീരുമാനമെത്തുക. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഭാഗത്തു നിന്നുള്ള MP-മാരുൾപ്പെടെ BJP-യിലേക്ക് മാറുമോ എന്ന തരത്തിലും ചർച്ചകൾ സജീവമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.